റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മലയോര മേഖലകളിൽ മുക്കുപണ്ട തട്ടിപ്പ് വ്യാപകം. സഹകരണ ബാങ്കുകളും സൊസൈറ്റികളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന BIS 916 മുദ്ര പതിപ്പിച്ച പ്ലേറ്റ് ചെയ്ത മുക്കുപണ്ടങ്ങളാണ് തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത്. ഒരു മാസത്തിനിടെ 10-ലധികം കേസുകളിലായി 4 പേർ പിടിയിലായി. 1/4 കോടിയിലേറെ രൂപയാണ് നഷ്ടമായത്. സ്ഥാപനത്തിന് നഷ്ടം വരുന്ന തുക ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്നതിനാൽ ആശങ്കയിലാണ് സഹകരണ മേഖലയിലെ ജീവനക്കാർ. വ്യാജ സ്വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യാജമെന്നതല്ല, അത് ഈ പ്ലേറ്റിംഗ് ആയിട്ടില്ല. അപ്പോൾ ഒരു 100% 30% പ്ലേറ്റിങ്ങോട് കൂടിയ വളകൾ മാതിരിയുള്ള കമ്പി വളകൾ പോലുള്ള ആഭരണങ്ങളാണ് ഈ അടുത്തൊക്കെ പിടിച്ചത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു അപ്രൈസറെ സംബന്ധിച്ചുള്ള അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ഉറച്ചു നോക്കിയാൽ പോലും പിടിക്കപ്പെടാൻ സാധിക്കാത്ത വിധം അത്യാവശ്യം സെറ്റിൽ ചെയ്ത ആ രീതിയിൽ നിർമ്മിച്ച ആഭരണങ്ങളാണ് അവരെ കൈ കിട്ടുന്നത്. അന്വേഷിച്ച സമയത്ത് ഇത്തരം ആൾക്കാരൊക്കെ തന്നെ ഒരു കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു മാഫിയ തന്നെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യാജമായ വളരെ അത്ര നല്ല രീതിയിൽ നിർമ്മിച്ചെടുത്ത 916 കൂടിയ HUID മാർക്ക് പോലെയുള്ള BIS മാർക്ക് പോലെയുള്ള മാർക്കുകളുള്ള ആഭരണങ്ങളാണ് പിടിച്ചത്. എത്ര വിലക്കാണോ വെച്ചത് അത് അവിടെ അടയ്ക്കാൻ അപ്പൈസ നിർബന്ധിതമാവുകയും തുടർച്ചയായി അതിനെ തുടർ നടപടി എന്നോളം അതിൻ്റെ മാനേജറായിട്ടുണ്ടെങ്കിലും ആ ബാങ്കിൻ്റെ സെക്രട്ടറിമാരൊക്കെ തന്നെ അതിൻ്റെ ബാക്കിയായി അവർ അടയ്ക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഈ മുക്കുപണ്ട തട്ടിപ്പൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതിപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ആ ഇൻട്രോ വായിക്കുമ്പോൾ അതിലുണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം എന്നുള്ളത്. എന്നാൽ പോലും എങ്ങനെയാണ് ഇത് വ്യാപകമായി തന്നെ നടക്കുന്നത്, ഈ തട്ടിപ്പ്? അത് തടയിടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു സംഘടിതമായ മുക്കുപണ്ട തട്ടിപ്പാണെന്നാണ് സഹകരണ മേഖലയിലെ ജീവനക്കാർ സംശയിക്കുന്നത്. അതാണ് ഒരു മാസത്തെ കണക്കെടുത്ത് പരിശോധിച്ചത്. കോഴിക്കോട് ജില്ലയിലെ റൂറൽ പോലീസ് പരിധിയിൽ മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 10-ലധികം FIR-കളാണ് ഈ ഇത്തരത്തിൽ മുക്കുപണ്ട തട്ടിപ്പിൽ എടുത്തിരിക്കുന്നത്. മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 6 കേസുകൾ എടുത്തിരിക്കുന്നു. താമരശ്ശേരിയിൽ കേസുകളുണ്ട്, ബാലുശ്ശേരിയിൽ കേസുണ്ട്. ഇന്നലെ 2 കേസുകളായി ബാലുശ്ശേരിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, താമരശ്ശേരിയിൽ ഒരാളെ പിടികൂടിയിരുന്നു, മുക്കത്ത് 2 പേരെ പിടികൂടിയിരുന്നു. ഇതിൻ്റെയൊക്കെ സമാനമായ രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് സഹകരണ ബാങ്കുകൾ, സൊസൈറ്റികൾ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ വളകളാണ് പ്രധാനമായി കൊണ്ടുവന്ന് വെക്കുന്നത്. പ്രഥമനിഷ്ഠ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണെന്ന് തോന്നും. അതാണ് ഈ സഹകരണ മേഖലയിലെ ഈ അസോസിയേഷൻ നേതാവാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. അത് ഉരച്ചു നോക്കിയാൽ പോലും സ്വർണ്ണമാണെന്നേ തോന്നുകയുള്ളൂ. 30% സ്വർണം പ്ലേറ്റ് പൂശിയ വളകളാണ് കൊണ്ടുവരുന്നത്. സഹകരണ സ്ഥാപനത്തിലെ അപ്രൈസർ അത് ഉരച്ചു നോക്കിയാലും സ്വർണ്ണമാണെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല BIS 916 എന്ന മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും. അത് മുറിച്ചു നോക്കിയാൽ മാത്രമേ അത് ചെമ്പാണ് അല്ലെങ്കിൽ മുക്കുപണ്ടമാണെന്ന് തെളിയിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ 2 പവനോ 3 പവനോ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അത് മുറിച്ചു നോക്കാൻ ഇടപാടുകാരന് സമ്മതിക്കത്തില്ല. അങ്ങനെ മുറിച്ചു നോക്കുക പ്രായോഗികമല്ല. പക്ഷേ സഹകരണ സ്ഥാപനമായതുകൊണ്ട് തന്നെ 3 മാസത്തിലൊരിക്കൽ പരിശോധനയുണ്ട്. പുറമേ നിന്നുള്ള അപ്രൈസർ വന്ന് പരിശോധന നടത്തും. പല സ്ഥലങ്ങളിലും അങ്ങനെ പുറമേ നിന്നുള്ള സംഘം വന്ന് പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇത് തട്ടിപ്പാണ്, മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പണം നൽകിയ അല്ലെങ്കിൽ വായ്പ നൽകിയ ഉദ്യോഗസ്ഥനെ, അപ്രൈസർ ഉൾപ്പെടെ ആ തുക ഈടാക്കുന്ന സ്ഥിതിയാണുള്ളത്. കാരണം ഈ തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് ഈ പണം തിരികെ പിടിക്കുന്നവരെ ഇവരുടെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് ഈ പണം ജീവനക്കാരിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് ജീവനക്കാരും ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിതമായ ഒരു മാഫിയ ഇതിന് പുറകിലുണ്ട് എന്നാണ് സഹകരണ മേഖലയിലെ ജീവനക്കാർ സംശയിക്കുന്നത്. ഈ സ്വർണ്ണ വ്യാപാരികളും ഇത്തരത്തിലുള്ള സംശയം ഇതിനു മുൻപ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്നത് സംഘടിതമായ ഏതോ സ്ഥലത്ത് നിന്ന് ഈ സ്വർണ്ണാഭരണങ്ങൾ, വ്യാജ സ്വർണ്ണാഭരണങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്നു. അത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത് അത് വായ്പ വെച്ച് കഴിഞ്ഞാൽ 1,05,000 രൂപ എന്ന രീതിയിലൊക്കെ തന്നെ കമ്മീഷൻ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ മുക്കുപണ്ട തട്ടിപ്പ് നടത്തുന്ന ഒരു വിവരം സഹകരണ മേഖല ജീവനക്കാർക്കുണ്ട്. അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പല സ്ഥലങ്ങളിലും തുടർച്ചയായിട്ട് ഈ മുക്കുപണ്ടം വെച്ചതൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിലാണ് ഈ സഹകരണ സ്ഥാപനം മുക്കുപണ്ടം വെച്ചിരിക്കുന്നത്. പരാതികൾ വരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ മേഖല ജീവനക്കാർ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ ഈ സംഘടിതമായി നടക്കുന്ന കുറ്റകൃത്യമാണോ എന്ന് കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് സഹകരണ മേഖലയിലെ ജീവനക്കാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ്. സംഘടിതമായി നടക്കുന്ന ഒരു തട്ടിപ്പാണ് എന്നുള്ളതാണ്. സഹകരണ ബാങ്കുകളും സൊസൈറ്റികളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളാണ് സിനോജ് തോമസ് നൽകിയത്.